ധർമ്മസ്ഥലയിൽ നൂറുകണക്കിന് സ്ത്രീകളുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്തിട്ടുണ്ടെന്ന ആരോപണത്തിൽ അന്വേഷണം തുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ്. ഇതുവരെയും കാര്യമായൊന്നും കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുമില്ല. ക്ഷേത്രനഗരത്തെ തകർക്കാൻ വൻ ഗൂഢാലോചന നടന്നുവെന്ന ആരോപണം ശരിവെക്കുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ. എസ് ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പെട്ടെന്നൊരു ദിവസം മുഖംമൂടി ധരിച്ച ഒരാൾ പ്രാദേശിക മാധ്യമങ്ങൾക്കും കോടതിക്ക് മുന്നിൽ എത്തുന്നു. 1990-നും 2010-നുമിടയിൽ ധർമ്മസ്ഥലയിൽ 100-ലധികം പെൺകുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അവരുടെ മൃതദേഹങ്ങൾ താൻ കുഴിച്ചിട്ടു എന്നും വെളിപ്പെടുത്തുന്നു. അവിടെ തുടങ്ങി കോലാഹലങ്ങൾ. മലയാള മാധ്യമങ്ങളാണ് വിഷയം ആളിക്കത്തിച്ചത്. കേരളത്തിൽ നിന്നുള്ള യൂട്യൂബർമാരും അതിനൊപ്പം ചേർന്നു. 13 സ്ഥലങ്ങളിൽ 100-ലധികം പേരെ കൊന്നു കുഴിച്ചിട്ടു എന്ന വെളിപ്പെടുത്തലിൽ പിടിച്ചായിരുന്നു പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള കഥകൾ. ക്ഷേത്രത്തിൻ്റെ തലപ്പത്തുള്ളവരും ജീവനക്കാരും പ്രതിസ്ഥാനത്തെത്തി. മലയാള മാധ്യമങ്ങളിലെ കോട്ടിട്ട ജഡ്ജിമാർ വാദം നടത്തി ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് ചുമതലയുള്ളവരെ കുറ്റക്കാരായി പ്രഖ്യാപിച്ചു. ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളും പതിയെ വാർത്ത ഏറ്റുപിടിച്ചു. വിഷയം ചൂടുപിടിച്ചതോടെ കർണാടക സർക്കാരിന് നിൽക്കക്കള്ളിയില്ലാതായി. തിടുക്കപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. പിന്നെ കണ്ടത് ഒരു നുണക്കഥ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നതാണ്. ആരോപണമുയർന്നതോടെ ക്ഷേത്ര ഭരണസമിതി ചെയ്തത് കോടതിയെ സമീപിക്കുകയാണ്. തുടർന്ന് വ്യാജപ്രചാരണങ്ങൾ നിർത്താൻ കോടതി ഉത്തരവിട്ടു. പക്ഷേ മലയാള മാധ്യമങ്ങളും കേരളത്തിലെ മുസ്ലിം യൂട്യൂബർമാരും വിട്ടില്ല. പ്രത്യേക സംഘങ്ങളെ അയച്ച് നിറം പിടിപ്പിച്ച കഥകൾ തുടർന്നു. ഇതിനിടെ പ്രത്യേക അന്വേഷണ സംഘം ധർമ്മസ്ഥലയിലെത്തി. 17 സ്ഥലങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം ഖനനം നടത്തി. ഒരിടത്തുപോലും സ്ത്രീകളുടെയോ പെൺകുട്ടികളുടെയോ മൃതദേഹം കണ്ടെത്താനായില്ല. കോടതിയിൽ വെളിപ്പെടുത്തൽ നടത്തിയ വ്യക്തി സമർപ്പിച്ച തലയോട്ടി ഫോറൻസിക് പരിശോധന നടത്തിയതിൽ അത് 30 വർഷം പഴക്കമുള്ള ഒരു പുരുഷന്റെ തലയോട്ടിയാണെന്ന് തെളിഞ്ഞു. പോട്ട് 6-ൽ കണ്ടെടുത്ത ചെറിയ അസ്ഥികഷ്ണങ്ങളും മറ്റൊരു സ്ഥലത്തു നിന്നും കിട്ടിയ ID കാർഡുകളും പുരുഷന്മാരുടേത് തന്നെ. ഭൂമി ആഴത്തിൽ തുരന്നുള്ള പരിശോധന നടത്തിയെങ്കിലും കൂട്ട കുഴിച്ചുമൂടലിന്റെ തെളിവുകൾ ലഭിച്ചില്ല. ഇതോടെ രംഗം ചൂടുപിടിച്ചു. ഭക്തജനങ്ങൾ പ്രതിഷേധവുമായി കളത്തിലിറങ്ങി. ആരോപണം ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനുള്ളതാണെന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പോലും തുറന്നടിച്ചു. ശക്തമായ ഗൂഢാലോചന മുൻ ക്ഷേത്ര ജീവനക്കാരൻ്റെ ആരോപണത്തിന് പിന്നിൽ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഓരോ തവണയും പരിശോധന പരാജയപ്പെടുമ്പോൾ കുഴിച്ചിട്ട സ്ഥലം മറ്റൊന്നാണെന്ന് ഇയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് ഇയാൾ കൂട്ടിക്കൊണ്ടുപോയ ഒരു സ്ഥലത്ത് 81 അസ്ഥികൾ മണ്ണിന് മുകളിൽ കണ്ടു. വിദഗ്ധ പരിശോധനയിൽ അവയും പുരുഷൻ്റേതാണെന്നും മരണകാരണം ആത്മഹത്യയാണെന്നും തെളിഞ്ഞു. ഇതോടെ BJP പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തി. അർബൻ നക്സലുകളും മുസ്ലിം മതമൗലികവാദികളും നടത്തുന്ന ഹിന്ദുവിരുദ്ധ നീക്കങ്ങൾക്ക് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പിന്തുണ നൽകുന്നു എന്നാണ് BJPയുടെ ആക്ഷേപം. കാര്യങ്ങൾ കൈവിട്ടതോടെ വെളിപ്പെടുത്തൽ നടത്തിയ വ്യക്തിക്കെതിരെ വേണ്ടി വന്നാൽ കേസെടുക്കുമെന്നാണ് കർണാടക ആഭ്യന്തരമന്ത്രി പറയുന്നത്. തൽക്കാലം ധർമ്മസ്ഥലയിലെ തിരച്ചിൽ നിർത്തിവച്ചിട്ടുമുണ്ട്. ധർമ്മസ്ഥലയിലെ ഭൂരിഭാഗം കച്ചവടക്കാരും ഹിന്ദുമത വിശ്വാസികളാണ്. എന്നാൽ മംഗലാപുരത്തു നിന്നുള്ള മുസ്ലിം കച്ചവടക്കാരിൽ ചിലർ ആ പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു. എന്നാൽ ധർമ്മസ്ഥലയിലെ ധർമാധികാരിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിരോധം അവർക്ക് നേരിടേണ്ടി വന്നു. അവരാണോ ഇപ്പോഴത്തെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു. ക്യാമറാമാൻ ഉണ്ണി K വാര്യർക്കൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.